അങ്ങനെ ഏപ്രിൽ 9 കേരള നിയമസഭാ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ മണ്ഡലത്തിൽ എത്ര സ്ഥാനാർത്ഥികളാണ് മത്സരത്തിനുള്ളത് എന്നുള്ളത് നിങ്ങൾക്കറിയുമോ? അതായത് നമ്മുടെ സ്വന്തം മണ്ഡലത്തിൽ എത്ര സ്ഥാനാർത്ഥികൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ള കാര്യം പോലും പലർക്കും അറിയില്ല. ഈ പറയുന്ന എനിക്ക് തന്നെ എൻ്റെ മണ്ഡലത്തിൽ ശരിക്കും 3 സ്ഥാനാർത്ഥികളെ ഉള്ളൂ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതായത് ഈ പറയുന്ന മുന്നണി സ്ഥാനാർത്ഥികളായിട്ടുള്ള 3 പേരേ ഉള്ളൂ എന്നായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ അതല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒരു മണ്ഡലത്തിൽ 3, 4, 5, 6 എല്ലാം സ്ഥാനാർത്ഥികളുള്ള മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയാതെയാണ് നമ്മൾ ഒരു ഇലക്ഷൻ ബൂത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ സ്ഥിരമായിട്ട് ഒരു പാർട്ടി നമ്മൾ വിശ്വസിക്കുന്നുണ്ടാവും, ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു. പിന്നെ അതും അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു പാർട്ടി ഇല്ലാത്ത ഒരാളാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ഇന്ന പാർട്ടിക്കാണ്, എന്നാൽ ഈ പ്രാവശ്യം വേറെ പാർട്ടിക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ടാവും. പിന്നെ ചിലവർ ഇപ്പോൾ നടന്നു വരുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളും അവലോകനം ചെയ്തിട്ട് വോട്ട് ചെയ്യുന്നവരും ഉണ്ടാവും. ഇതൊന്നും അല്ലാതെ എന്താ പറയുക, ഒരു ബോധവും ഇല്ലാണ്ട് വെറുതെ പോയിട്ട് വോട്ട് ചെയ്യുന്നവരും ഉണ്ടാവും. അതായത് ഒന്നിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചൊന്നും പഠിക്കുന്നില്ല, ഒന്നുമില്ല, നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു, വോട്ട് ചെയ്യുന്നു, അങ്ങനെ വരുന്നവരും ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ മണ്ഡലമായിട്ടുള്ള പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പം നിലവിൽ 4 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഓക്കെ, ഈ 4 സ്ഥാനാർത്ഥികളുടെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് അവർ തന്നെ അഫിഡവിറ്റ് കൊടുക്കുന്നുണ്ടല്ലോ. നമ്മൾ ഇലക്ഷന് വേണ്ടി നാമനിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് അവർ തന്നെ ഈ പറയുന്ന പോലെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ആസ്തി, അവരുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ അവർ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ സ്വമേധയാ, അതായത് അവർ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിലുള്ള അവരുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ആദ്യമായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ സ്വന്തം നിയോജക മണ്ഡലമായിട്ടുള്ള പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ 4 സ്ഥാനാർത്ഥികളുടെ അവരുടെ ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷനും, ഈ പറയുന്ന ക്രിമിനൽ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ അവരുടെ ടോട്ടൽ അസറ്റ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല, ഇവർ തന്നെ സ്വയം അവിടെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് അവർ സ്വയം കൊടുത്തിട്ടുള്ള ഈ പറയുന്ന ആസ്തിയുടെ കണക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇതൊന്നും എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യത്തിൽ സ്വന്തമായിട്ടുള്ള അഭിപ്രായമോ കാര്യങ്ങളോ അല്ല, ഇവർ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ചിലപ്പം സാധാരണക്കാരായിട്ടുള്ള നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധം ഉണ്ടാവില്ല. അപ്പം സ്ഥാനാർത്ഥിയായിട്ട് നാമനിർദ്ദേശം ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ കൊടുക്കുന്ന അഫിഡവിറ്റിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് അതെന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട 1-2 കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന സ്ഥാനാർത്ഥികളുടെ പേരിൽ എന്തെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടോ എന്നുള്ളത്, പിന്നെ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത്, പിന്നെ എത്രയാണ് അവരുടെ അസറ്റ് എന്നുള്ളത്, പിന്നെ അവരുടെ ലയബിലിറ്റി എന്താണെന്നുള്ളത്. ഈ പറയുന്ന അസറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊന്നും എൻ്റെ സ്വന്തമായിട്ടുള്ള ഭാവനയിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങൾക്ക് വേണമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ പറയുന്ന സൈറ്റുകളിലെല്ലാം ഇത് അവൈലബിൾ ആണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ വേണ്ടി പോകുന്നത് എൻ്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ 4 സ്ഥാനാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 4 സ്ഥാനാർത്ഥികളിൽ ആദ്യത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് AP ഗംഗാധരൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് BJP എന്നാണ് പാർട്ടീൻ്റെ നെയിം കൊടുത്തിട്ടുള്ളത്. എന്താണോ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, BJP ആണ് പാർട്ടി. ക്രിമിനൽ കേസുകൾ എന്ന് പറയുന്നത് 0 ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന ഗംഗാധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കാൻഡിഡേറ്റിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 10th പാസ്സാണ്. ഓക്കെ, അതായത് 10ാം ക്ലാസ് ആണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. പിന്നെ ഏജ് വരുന്നത് 62 വയസ്സായിട്ടുള്ള ആളാണ് ഈ പറയുന്ന AP ഗംഗാധരൻ എന്ന് പറയുന്നത്. ഇവരുടെ ടോട്ടൽ അസറ്റ്, ഇവർ കൊടുത്തിട്ടുള്ള ആസ്തി എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന നമ്മുടെ അഫിഡവിറ്റിൽ കൊടുത്തിട്ടുള്ള ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 66,08,000 രൂപയാണ് ഇവരുടെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അസറ്റിൽ ചിലപ്പം ഇവരുടെ ഈ പറയുന്ന സ്വത്തുണ്ടാവാം, അതായത് സ്ഥലങ്ങളുണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതാണ് ഇവരുടെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 66,08,000 രൂപ. അപ്പോൾ ഇവരുടെ ടോട്ടൽ ലയബിലിറ്റി എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 ലക്ഷം രൂപ. അതായത് 66,08,000 രൂപ അസറ്റും പിന്നെ 14 ലക്ഷം രൂപ ലയബിലിറ്റിയാണ് ഈ പറയുന്ന AP ഗംഗാധരൻ എന്ന് പറഞ്ഞിട്ടുള്ള BJP സ്ഥാനാർത്ഥിൻ്റെ ആസ്തിയും ഈ പറയുന്ന ലയബിലിറ്റി. ഓക്കെ, അടുത്തതായിട്ടുള്ളത് രണ്ടാമത്തെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള സന്ദീപ് വിക്കെ. ഈ പറയുന്ന സന്ദീപ് വിക്കേൻ്റെ പോസ്റ്ററുകളൊന്നും ഞാൻ ഇവിടെ നമ്മുടെ ചുറ്റുവട്ടമൊന്നും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ടൗൺ ഏരിയയിലേക്കൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് സന്ദീപ് വിക്കെയാണ്.
പാർട്ടീൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് IND, അതായത് IND എന്നാണ് കൊടുത്തിട്ടുള്ളത്. IND എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ പറയുന്ന കാൻഡിഡേറ്റിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആണ്. അതായത് ഈ പറയുന്ന സന്ദീപ് VK എന്ന് പറയുന്നത് ഗ്രാജുവേറ്റഡ് ആണ്. ഓക്കെ, ഇവരുടെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 17,91,200 രൂപയാണ് ഇവരുടെ ഈ പറയുന്ന അസറ്റ് എന്നുള്ളത്. ഇതാണ് ഇവർ അഫിഡവിറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഇവർക്ക് ലയബിലിറ്റീസ് ഒന്നുമില്ല. ഇവരുടെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 17,91,200 രൂപ. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ളത് TI മധുസൂദനൻ. TI മധുസൂദനൻ എന്ന് പറയുന്നത് CPIM-ൻ്റെ കാൻഡിഡേറ്റ് ആണ്. പുള്ളി കഴിഞ്ഞ പ്രാവശ്യത്തെ MLA ആയിരുന്നു. അതായത് കഴിഞ്ഞ 5 വർഷമായിട്ട് MLA ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന TI മധുസൂദനൻ ഗ്രാജുവേറ്റഡ് ആണ്. ഓക്കെ, ഈ പറയുന്ന മധുസൂദനൻ്റെ വയസ്സ് എന്ന് പറയുന്നത് 65 വയസ്സാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 1,93,43,271 രൂപ എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് 6,41,374 രൂപയാണ് ഇവരുടെ ലയബിലിറ്റി എന്നുള്ളത്. ഓക്കെ, അങ്ങനെ CPIM-ൻ്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള TI മധുസൂദനൻ്റെ ഡീറ്റെയിൽസും കൂടി നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 4ാമത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള V കുഞ്ഞികൃഷ്ണൻ. V കുഞ്ഞികൃഷ്ണനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം CPIM-ൽ ഉണ്ടായിരുന്ന CPIM-ൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു. പിന്നെ ഈ പറയുന്ന ധൻരാജ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ CPIM-വുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട്, അതായത് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു, പാർട്ടിയിൽ നിന്നും ഇറങ്ങി. ഇപ്പം ഈ പറയുന്ന V കുഞ്ഞികൃഷ്ണൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ പാർട്ടീൻ്റെ അണ്ടറിൽ ഇപ്പം IND എന്ന് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അതായത് സന്ദീപ് VK എന്ന് പറഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റും IND എന്നാണ് കാണിച്ചിട്ടുള്ളത്. V കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റിൻ്റെ പാർട്ടിയും IND എന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന V കുഞ്ഞികൃഷ്ണൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടില്ല. അതായത് ഈ പറയുന്ന 10th പാസ്സാണെന്നോ ഗ്രാജുവേറ്റ് ആണെന്നോ ഇതിൽ കൊടുത്തിട്ടുള്ളത് അതേഴ്സ് എന്നാണ്. ഈ അതേഴ്സിൽ എന്തും വരാം, ചിലപ്പോൾ വല്ല ഡിപ്ലോമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതിൽ അതേഴ്സ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ പറയുന്ന V കുഞ്ഞികൃഷ്ണൻ്റെ വയസ്സ് വരുന്നത് 74 വയസ്സാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം ഈ V കുഞ്ഞികൃഷ്ണൻ്റെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 4,42,07,477. ഇതാണ് V കുഞ്ഞികൃഷ്ണൻ്റെ ടോട്ടൽ അസറ്റായിട്ട് കാണിച്ചിട്ടുള്ളത്. 4,42,07,477 ആണ് V കുഞ്ഞികൃഷ്ണൻ്റെ അസറ്റായിട്ട് കാണിച്ചിട്ടുള്ളത്. എന്നാൽ V കുഞ്ഞികൃഷ്ണന് യാതൊരു ലയബിലിറ്റീസും ഇല്ല എന്നുള്ളതാണ് ഈ പറയുന്ന റിപ്പോർട്ടിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ 4 കാൻഡിഡേറ്റ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ മണ്ഡലത്തിലെയും കാൻഡിഡേറ്റ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതേപോലെ ഈ പറയുന്ന സൈറ്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നമ്മളത് നോക്കുന്ന സമയത്ത് നമുക്ക് പല ഇതും നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്തത്രയും ക്രിമിനൽ കേസുകൾ, ഈ പറയുന്ന അസറ്റ് ആണെങ്കിലും ലയബിലിറ്റീസ് ആണെങ്കിലും ഇത് നമ്മളൊന്നും മനസ്സിൽ പോലും വിചാരിക്കാത്ത അത്രയെല്ലാം കാണുന്ന കുറേ കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ നോക്കുന്ന സമയത്ത് കാണുകയുണ്ടായി. അപ്പം നിങ്ങൾ പറയുകയാണ്, ഓക്കെ ഈ ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ഈ ഒരു മണ്ഡലത്തിലെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്ക്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് അതും ചെയ്യാം. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം മണ്ഡലത്തിലെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള മണ്ഡലങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെയാണ് നമുക്ക് അടുത്ത വീഡിയോസായിട്ട് വരാം. നിങ്ങൾ പറയുന്ന മണ്ഡലത്തിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒന്നും ഞാൻ എൻ്റെ ഭാവനയിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള യാതൊരു ഡീറ്റെയിൽസും അല്ല എന്നുള്ളത് ഞാൻ വീണ്ടും പറയുകയാണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു അറിവിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അല്ലാതെ ഇതിൽ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ ആരെയും പൊക്കിയടിക്കാനോ വേണ്ടി ചെയ്തിട്ടുള്ളൊരു വീഡിയോ അല്ല. ഇത് വെറും ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണെന്നുള്ള കാര്യം നിങ്ങൾ വീണ്ടും ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള ഏതെങ്കിലും മണ്ഡലത്തിലെയോ ഏതെങ്കിലും ജില്ലയിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുടെയോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഏപ്രിൽ 9-ാം തീയതി നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ചും ഇതുവരെ ചെയ്തു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും വെച്ചിട്ട് നിങ്ങൾ തക്കതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയ ഒരു കാൻഡിഡേറ്റിന് നിങ്ങൾ വോട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ നാടിനെ
മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇതേപോലെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളതും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ